തണലായും നീ, തുണയായും നീ, എന്നും എന്നെ താങ്ങേണം നീ. കരുണാമയനേ കനിയേണമേ. ആകാശഗോളങ്ങളെല്ലാം അനന്തമായി വാനിൽ രചിച്ച പിതാവേ, എന്നന്തരംഗവും എല്ലാം എന്നും അത് ഉദരത്തിൽ മെനഞ്ഞവൻ നീയേ. നീയല്ലാതില്ലെനിക്കാലംബമേ, നീയല്ലോ ജീവന്റെ ആധാരമേ. കരുണാമയനേ കനിയേണമേ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതം കൂടി നൽകി അനുഗ്രഹിച്ച സ്വർഗത്തിലെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇന്ന് നമുക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് സ്വർഗീയ മണവാളനെ സ്തുതിക്കാം. ഇന്ന് നൽകിയിരിക്കുന്ന ഭാഗം സാക്ഷീകരണത്തിനുള്ള അധികാരം എന്ന ഭാഗമാണ്. ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാത്തവരാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നമ്മൾ 1925 കാലഘട്ടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ടർബോ ചാർജറുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 1925 ആൽഫ്രഡ് ബുച്ചിൻ എന്ന് പറയുന്ന നാട്ടിലുള്ള വ്യക്തിയാണ് ഈ ടർബോ ചാർജിങ് കണ്ടെത്തിയത്. അങ്ങനെ 1975 കാലഘട്ടത്തിലെത്തുമ്പോൾ ഇത് ഏറ്റവും പ്രശസ്തി ആർജിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇന്ധനങ്ങളുടെ യന്ത്രങ്ങളുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് വേണ്ടി ഇത് ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ തന്നെ അവർ ഉപയോഗിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം ഈ ടർബോ ചാർജറുകൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്രദമാണ് എന്ന് അവർ മനസ്സിലാക്കുവാനിടയായി തീർന്നു. അപ്രകാരം തന്നെയാണ് നമ്മുടെ ആത്മീക ജീവിതങ്ങളും. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത ഏറ്റവും വലുതാണ്. കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ശക്തി പ്രാപിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ചെന്ന് സുവിശേഷം അറിയിക്കും, ദൈവത്തിൻ്റെ വചനം പകർന്നു കൊടുക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ശക്തി നൽകി, അല്ലെങ്കിൽ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ നിന്ന് ദാനങ്ങളെ നൽകിയെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന, ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് വേണ്ടി ഒരുങ്ങുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ആത്മീക വരങ്ങളുടെ ആവശ്യകത ഏറ്റവും വലുതാണ്. ആ ആത്മീക വരങ്ങളെ നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരങ്ങളായി തീരുന്നു. ആ ക്രിസ്തു നമുക്ക് നൽകുന്നതായിട്ടുള്ള ആ വരങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം സമ്പന്നമാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കും. ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം മറ്റുള്ളവർ നമ്മളിൽ കാണുവാനിടയായി തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ എപ്പോഴും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ആത്മീക വരങ്ങളെ പ്രാപിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്കും ആ ടർബോ ചാർജറുകളെ പോലെ നമ്മുടെ ജീവിതവും ചാർജ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ശക്തി പ്രാപിച്ചിരിക്കും എന്ന് ഇവിടെ ഗ്രന്ഥകർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ മുന്നോട്ട് നീങ്ങുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിറയിച്ചുകൊണ്ട് നമുക്ക് ആത്മീക വരങ്ങളുള്ളവരായി, നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, നമുക്ക് ദൈവം നൽകുന്ന ആത്മീക വരങ്ങൾ വിഭിന്നങ്ങളാണ് എന്ന്. നമ്മളാകുന്ന ശരീരങ്ങൾ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന സഭയുടെ തലയിലെ ഓരോ അവയവങ്ങളുമാണ് നമ്മൾ ഓരോരുത്തരും. അവയവത്തിന് വ്യത്യസ്തമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഉള്ളതുപോലെ നമ്മളാകുന്ന ആ സഭയ്ക്കും, അല്ലെങ്കിൽ നമ്മളാവുന്ന ഓരോ വ്യക്തികൾക്കും
കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി കർത്താവ് യേശുക്രിസ്തു വ്യത്യസ്തങ്ങളായിരിക്കുന്ന ആത്മീക വരങ്ങളെ കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ ആത്മീക വരങ്ങളെ നമ്മൾ ശക്തമായി ഉപയോഗിക്കുമ്പോൾ ദൈവം വീണ്ടും നമ്മളെ 10 മടങ്ങ് അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്നാൽ ആ ആത്മീക വരങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതാക്കി തീർത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു നാശത്തിൻ്റെ അനുഭവമായിരിക്കും ഉണ്ടാക്കി നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് ദൈവം നൽകിയിരിക്കുന്ന ആത്മീക ഫലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, ആത്മീക വരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ടും നമുക്ക് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ നയിച്ചുകൊണ്ട് നമുക്ക് ആ ക്രിസ്തുവിനായി ഒരുങ്ങാം. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ അടച്ചൊരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹവും മനോഹരവുമേറിയ ഒരു ദിവസം എൻ്റെ ദൈവം അടിയുടെ ജീവിതത്തിൽ നൽകിയ വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുന്ന് അടിയുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ആത്മീക വരങ്ങളെ മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ എൻ്റെ ദൈവം അടിയങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്തുന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.